ഹെബ്രായർ 5:2 അവൻ തന്നെ ബലഹീനനായതുകൊണ്ട് പുരോഹിത നീ തന്നെ ബലഹീനനായതുകൊണ്ട് അജ്ഞരോടും വഴിതെറ്റിയവരോടും വേണ്ടത്ര സഹതാപത്തോടെ പെരുമാറാൻ അവന് കഴിയും. അപ്പൊ ഈ വേണ്ടത്ര സഹതാപത്തോടെ പെരുമാറുക ഉടമ്പടിയുടെ ഭാഗമാണത്. നമുക്ക് സഹതാപമൊക്കെ ഉണ്ട്, പക്ഷെ അങ്ങനെയല്ല. ദൈവത്തിൻ്റെ ലെവലുണ്ട്. എന്താണ് വേണ്ടത്ര സഹതാപം? നിങ്ങൾക്ക് ആൾക്കാരുടെ സഹതാപമുണ്ട്. നിങ്ങളുടെ അപ്പനോട്, അമ്മയോട്, നാട്ടുകാർ, നിങ്ങളുടെ ബന്ധുക്കളോടാണ് സഹതാപം ഉള്ളത്. പക്ഷേ നിങ്ങൾക്ക് അറിയാൻ പറ്റാത്ത ആൾക്കാരോട് നിങ്ങൾക്ക് സഹതാപം ഉണ്ടാ? ഇല്ല. നിങ്ങൾ എന്തെങ്കിലും സംഭവിച്ചാൽ പറയും എല്ലാവർക്കും എല്ലാവരുടെയും തകർച്ച കേൾക്കാൻ ഭയങ്കര സന്തോഷമാണ്. എന്താണ് അവന് അങ്ങനെ തന്നെ വേണം, അവന് ഇത്തിരി ഇടുപ്പ് കൂടുതലാണ്, അവൾക്ക് അങ്ങനെ തന്നെ വേണം. അതാണ് നമ്മുടെ മൈൻഡ് ഇരിക്കണത്. നിങ്ങൾ ഉടമ്പടി ചെയ്യുമ്പോഴും ഒരു മനുഷ്യൻ്റെ തകർച്ച കേൾക്കുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ സന്തോഷിക്കുന്നത്? നിങ്ങൾ ലോകത്തനായതുകൊണ്ടാണ്. ഈ ലോകത്തനായി നിന്നുകൊണ്ട് ഒരിക്കലും ഉടമ്പടിയുടെ ആനുകൂല്യം കൈപ്പറ്റാൻ പാടായിരിക്കും. സ്വാഭാവികമായിട്ടൊരു മനുഷ്യൻ്റെ തോറ്റുപോയെന്ന്, ഒരാൾ പരീക്ഷയ്ക്ക് തോറ്റു, തോറ്റുപോയോ, കഷ്ടമായി പോയെന്ന് പറഞ്ഞ് ഉള്ളിൽ സന്തോഷമായിരിക്കും. പിതാചെ തോറ്റല്ല, അവൾക്ക് അങ്ങനെ തന്നെ വേണമെന്ന്. ഇതാണ് നമുക്ക് ഡബിൾ മൈൻഡ് ശരിക്കും പറഞ്ഞാൽ. ഈ ഡബിൾ വിഷൻ എന്ന് പറഞ്ഞ പോലെ കാപട്യത്തിന് രണ്ട് മൈൻഡുണ്ട്. ഒരു മനുഷ്യൻ തോറ്റു, അവൻ്റെ കാലൊടിഞ്ഞു, അവൻ ചില മലയാളികൾ അമേരിക്കയിൽ വണ്ടി ഇടിച്ച് മരിച്ചു. അവിടെ നമ്മൾ പത്രം വായിക്കും, മലയാളി കാനഡയിൽ വണ്ടി ഇടിച്ച് മരിച്ചു, അവൾക്ക് അങ്ങനെ തന്നെ വേണം, നാട്ടിൽ നിൽക്കാൻ പറ്റാഞ്ഞിട്ടല്ലേ കെട്ടിയെടുത്ത് അങ്ങോട്ട് പോയിരിക്കണം. ഇതാണ് മനസ്സിരിപ്പ്. ഇതാണ്. അപ്പോൾ ഈ നിലവിലിരിക്കുന്ന ഉടമ്പടി ബ്രേക്കാണ്. കാര്യം ഈ ആൾ ഉടമ്പടി എടുക്കാൻ യോഗ്യനല്ല. ഇവർ കേട്ടാൽ ഇവർക്കൊരു ബന്ധവുമില്ല. കാനഡയിൽ മലയാളി വണ്ടി ഇടിച്ച് മരിച്ചു, അവൾക്ക് അങ്ങനെ തന്നെ വേണം, പെരുപ്പ് വന്നിട്ടല്ല അങ്ങോട്ട് ചാടിപ്പോയിരിക്കണം, വരെ കാര്യമുണ്ടായോ, പിന്നീട് നാട്ടിൽ നിൽക്കാൻ പാടില്ല ഞാൻ. അപ്പോൾ ആൾ കളിക്കാൻ വേണ്ടി വലിയ വീട് വെക്കാൻ വേണ്ടി പോയിരിക്കേ. അപ്പോൾ ഇങ്ങനെ പുച്ഛം തോന്നും. ഉടനെ ജഡിക മനുഷ്യനെ പുച്ഛം തോന്നും. അതാണ് വേണ്ടത്ര. ടേക്ക് ദ വേർഡ് എടുത്തേ വചനം എടുത്തേ. ഹെബ്രായർ 5:2 അവൻ തന്നെ ബലഹീനനായതുകൊണ്ട് പറഞ്ഞേ, അവൻ തന്നെ ബലഹീനനായതുകൊണ്ട് അജ്ഞരോടും വഴിതെറ്റിയവരോടും വേണ്ടത്ര സഹതാപത്തോടെ പെരുമാറാൻ അവന് കഴിയും. ഒന്നുകൂടി പറഞ്ഞ, ഒന്ന് വായിച്ച മോളെ. അവൻ തന്നെ ഒന്ന് പറഞ്ഞ, അവൻ തന്നെ ബലഹീനനായതുകൊണ്ട് അജ്ഞരോടും വഴിതെറ്റിയവരോടും വേണ്ടത്ര സഹതാപത്തോടെ പെരുമാറാൻ അവന് കഴിയും. ഇപ്പൊ ദൈവം മനുഷ്യരെ കാണുന്ന രണ്ട് ആത്മബന്ധത്തിന് രണ്ട് ഡയമെൻഷനാണ്. ദൈവം ഒന്ന് പറയും ജ്ഞാനമുള്ളവരെന്ന് പറയും, പിന്നെ എന്താണ് അജ്ഞരുണ്ട്, അറിയാൻ പാടില്ലാത്തവര്. ഈ അറിയാൻ പാടില്ലാത്ത വർഗത്തോട് കാണിക്കുന്ന സഹതാപമാണ് ദൈവിക സഹതാപം. അതാണ് വേണ്ടത്ര സഹതാപം എന്ന് പറയുന്നത്. കർത്താവിൻ്റെ നെഞ്ചിൽ കുത്തിയപ്പോഴേ, പിതാവേ അവരോട് ക്ഷമിക്കണമേ. എന്താ കാരണം? അവർ ചെയ്യുന്ന എന്താണെന്ന് അവർക്ക് അറിയില്ല. അത് അജ്ഞരെന്ന് പറയുന്നതാണ്. കർത്താവ് അതായത് ഈ അജ്ഞര് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള വിഷയമാണ്. നിങ്ങൾക്ക് ആത്മബന്ധമുള്ളവരുണ്ട്, അയൽവാസികളുണ്ട്, അവരോടൊക്കെ നിങ്ങൾ ഓക്കെയാണ്. ആത്മബന്ധമുള്ളവരുണ്ട്, അയൽവാസികളുണ്ട്. പക്ഷേ ദൈവം നിങ്ങൾക്ക് സഹതാപം ഉണ്ടെന്നേ പറയത്തുള്ളൂ, പക്ഷേ വേണ്ടത്ര സഹതാപം ഉണ്ടെന്ന് പറയത്തില്ല. വേണ്ടത്ര സഹതാപം ഉണ്ടെന്ന് പറയണമെങ്കിൽ അജ്ഞരോടുകൂടി നിങ്ങൾക്ക് അതേ സഹതാപം, ആത്മബന്ധമുള്ള ആൾക്കാരോടുള്ള സഹതാപം അജ്ഞനോടുണ്ടാകണം. എന്നുവെച്ചാൽ നിങ്ങളെ അറിയാൻ പാടില്ലാത്തവർ, നിങ്ങൾക്കറിയാൻ പാടില്ലാത്തവർ, പിന്നീട് അവർ അന്യരാണ്. നിങ്ങളെ അറിയാൻ പാടില്ലാത്തവർ, പിന്നെന്താണ് നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തവർ. അവരൊക്കെ ബൈബിൾ എന്താ പറയണത്? അജ്ഞര്. അജ്ഞരാരാണ്? അന്യരാണ്. അപ്പം അജ്ഞരെന്ന് പറയുന്ന അന്യരോട് വേണ്ടത്ര സഹതാപം തോന്നാൻ എന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ക്രിസ്തുവിൻ്റെ മനസ്സുടനെ സ്വീകരിക്കും. ക്രിസ്തുവിൻ്റെ മനസ്സ് സ്വീകരിക്കുകയാണെങ്കിൽ ബൈബിളിൻ്റെ പ്രധാനപ്പെട്ട ഉടമ്പടി ലക്ഷ്യങ്ങളൊന്നാണ് നിങ്ങൾക്ക് യേശുക്രിസ്തുവിൻ്റെ മനസ്സുണ്ടാകണമെന്ന്. ഫിലിപ്പിയർ 2:6 എടുത്ത് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി, ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഫിലിപ്പി 2:5 യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും
അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. പ്രശ്നമാണ്, നിങ്ങൾ എന്ത് രൂപത്തിലായാലും ആ രൂപത്തിൽ തന്നെ കടിച്ചു തൂങ്ങി കിടക്കരുതെന്ന് പറയണത്, മനസ്സിലായില്ലേ? ഇതാ ക്രിസ്തുവിൻ്റെ മനോഭാവം. നിങ്ങൾ എന്ത് രൂപം, ഇപ്പം നിങ്ങൾ MSc BEd ആണ്, നിങ്ങളുടെ രൂപത്തിലാണ്. ഈ രൂപത്തിൽ ഞാൻ MSc BEd ആണെന്ന് പറഞ്ഞ് തലയിൽ കയറി വയ്ക്കുകയാണ്, മനസ്സിലായോ? നിങ്ങൾ IAS ആണ്, അല്ലെങ്കിൽ നീ IAM ആണ്, നിങ്ങളൊരു രൂപത്തിലാണ്. ഈ രൂപത്തിനോടുള്ള കടിച്ചു തൂക്കി കിടക്കുന്നതാണ് ശരിക്കും പറഞ്ഞ അറ്റാച്ച്മെൻ്റ് എന്ന് പറയണത്. അതാണ് ഫിലിപ്പി 2:5 യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. നമ്മളിൽ ഉണ്ടാകേണ്ട മനോഭാവം എന്താണ്? യേശുക്രിസ്തുവിൻ്റെ മനോഭാവമാണ്. യേശുക്രിസ്തുവിൻ്റെ മനോഭാവം എന്താണ്? പറ. ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും ദൈവത്തിന്റെ രൂപത്തിൽ ആയിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. സ്റ്റാറ്റസ് കീപ്പ് ചെയ്യേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. ഇവിടുത്തെ പ്രോബ്ലം അതാണല്ല. സ്റ്റാറ്റസ് കീപ്പിംഗ് നിസ്സാര കാര്യമല്ല. ഞാൻ വലിയ ഒരു പ്രമാണിയാണ്, അല്ലെങ്കിൽ ഞാൻ ബ്രാഹ്മണരുടെ സ്റ്റാറ്റസുള്ള ആളാണ് എന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടുത്തെ ജാതി സിസ്റ്റം അനുസരിച്ച് ഈ സ്റ്റാറ്റസിലേക്ക് നമ്മൾ ആരെയും ക്ഷണിക്കത്തില്ല, തട്ടിക്കളയും. അതുകൊണ്ട് ഒരു മനുഷ്യ നിസ്സാരമല്ലേ സ്റ്റാറ്റസ് പോയത്. അപ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ ഇന്നും വ്യക്തികളുടെ സ്റ്റാറ്റസ് എന്ന് പറയുന്ന സുവിശേഷ വിരുദ്ധമായ, ദൈവിക വിരുദ്ധമായ ഒരു ജാതി സവർണ ചിന്ത ഉള്ളിലുണ്ട്. ഇത് നിസ്സാര കാര്യമല്ല. യേശുക്രിസ്തുവിൻ്റെ മനോഭാവത്തിനെതിരാണ്. ഇതിന് ട്രീറ്റ് ചെയ്യാതെ കേരള സഭ ക്രിസ്തുവിനെ സ്വീകരിച്ചെന്ന് പറയാൻ പറ്റത്തില്ല. വ്യക്തികൾ സ്വീകരിക്കാതെ എങ്ങനെയാണ് സഭ സ്വീകരിക്കണത്? വ്യക്തികൾ സ്വീകരിക്കണമെങ്കിൽ വ്യക്തികളുടെ മനോഭാവങ്ങൾ മാറണം. എന്ത് മനോഭാവം ആയിരിക്കണം? യേശുക്രിസ്തുവിൻ്റെ മനോഭാവം. യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം, യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. അപ്പം പരിഗണിക്കുക, സ്റ്റാറ്റസ് പരിഗണിക്കുക, അത് നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കുക. ഇതൊക്കെ ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ പ്രക്രിയയിലാണ് ഈ സ്റ്റാറ്റസൊക്കെ ഡിസ്റ്റോർട്ട് ചെയ്ത് പോകേണ്ടത്. നമ്മളിൽ ക്രിസ്തു മനുഷ്യാവതാരം ചെയ്യുന്നത് ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ടാണ്, അത് ഘട്ടം ഘട്ടമായിട്ടാണ്. ഉടമ്പടിയുടെ ലക്ഷ്യമെന്ന് തന്നെ പറയണത് ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരമാണ് നമ്മളിലുള്ള. അതിന് ഘട്ടം ഘട്ടമായിട്ട് ഈ മനോഭാവങ്ങൾ മനുഷ്യൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതിനാണ് ഈ രോഗങ്ങളും തകർച്ചകളും ജപ്തി നടപടികളും ഒക്കെ നമ്മളെ സഹായിക്കണത്. നമ്മുടെ ഭൂമി കുരുങ്ങണത്, ആകാശം കുരുങ്ങണത്. അപ്പം നിങ്ങൾ ഓർക്കും ഈ കാലം കടന്നു പോകുന്നൊക്കെ നമുക്ക് പറഞ്ഞ് ഭാവാത്മകമായിട്ട് പറയാമെങ്കിലും കാലം കടന്നു പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ കടന്നു പോകണം. ഈ ജീവിതം ഒരു ശരിക്കും പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ഈ ഉടമ്പടിക്കാലം കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കാര്യം നടന്നു, നിങ്ങൾ സാക്ഷ്യം പറഞ്ഞെന്ന് പറഞ്ഞാൽ ദൈവത്തിന് അതുകൊണ്ടൊരു പ്രയോജനമില്ല, നിങ്ങൾക്കാണ് പ്രയോജനം. എന്താ കാര്യം? ഇപ്പം തന്നെ അർപ്പിതം എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരനെ കുറിച്ച് പറഞ്ഞില്ലേ? അർപ്പിതം എന്താ പ്രശ്നം? അർപ്പിത യുദ്ധമാണ് എപ്പോഴും ദൈവത്തോട്. അർപ്പിതനോട് പറയും ഇതൊക്കെ എൻ്റെ അവന് കിട്ടിക്കഴിയുമ്പോൾ, രക്ഷപ്പെട്ട് കഴിയുമ്പോൾ ആ പാലം കയറുമ്പോഴും നാരായണ എന്ന് പറയും, പാലം കയറി കഴിയുമ്പോൾ കൂരായണ എന്ന് പറയും. എന്താണ്? ഇതൊക്കെ എൻ്റെ കഴിവ് കൊണ്ടാണെന്ന് പറയും. എൻ്റെ കഴിവ് കൊണ്ടാണെന്ന് ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവൻ പറയും, എടാ പള്ളിപ്പോടാ എന്ന് അമ്മ വിളിക്കും. അമ്മ പറയും എനിക്ക് വർക്കൗട്ട് ഉണ്ടെന്ന് പറയും. വർക്കൗട്ട് എന്ന് ജിംനേഷ്യത്തിൽ പോകുന്നുണ്ട്, അതിനാ വർക്കൗട്ട് എന്ന് പറയണത്. അപ്പോൾ അവൻ പള്ളിയിൽ പോകാതെ വർക്കൗട്ടിന് പോകും. വർക്കൗട്ടിന് പോയി ജിംനേഷ്യത്തിലോട്ട് കാലെടുത്ത് വെക്കുമ്പോൾ അവൻ്റെ മൊബൈലിൽ ഒരു മെസ്സേജ് വരും. എന്താ കാര്യം? യു ആർ അഡ്മിറ്റഡ്. എന്താണ്? നീ ആഗ്രഹിച്ച ജർമ്മൻ യൂണിവേഴ്സിറ്റിയിൽ നിനക്ക് അഡ്മിഷൻ ചെയ്തിരിക്കണമെന്ന് പറഞ്ഞൊരു മെസ്സേജ്. ഇവന് കരച്ചിൽ വരാമെന്ന് അറിയാൻ പറ്റില്ല. അവിടെ നിന്ന് ഓടും. അവൻ ജിംനേഷ്യത്തിൽ നിന്ന് ഓടി കർത്താവിൻ്റെ ആലയത്തിൻ്റെ വാതിക്കെ വന്ന് കണ്ണീരോടെ വലിയവായി കരയും. കർത്താവേ, ഞാൻ നിന്നെ ഉപേക്ഷിച്ചിട്ടും നീ എന്നെ ഉപേക്ഷിച്ചില്ലല്ലോ.
ഞാൻ ആനുകൂല്യം കൈപ്പറ്റി അനുഗ്രഹം കൈപ്പറ്റിക്കൊണ്ട് ആ സമയത്ത് അന്നടങ്ങുന്ന അപ്പനെപ്പോലെ ഞാൻ നിന്നോട് അടുക്കും. പിന്നെ ഞാൻ എൻ്റെ കഴിവ് കൊണ്ടാണ് കിട്ടിയതെന്ന് പറഞ്ഞുകൊണ്ട് ബുദ്ധിമുട്ടോടെ ഞാൻ നിന്നോട് അകലും. എന്നിട്ടും ഞാനിങ്ങനെ പല പ്രാവശ്യം നിന്നെ പരീക്ഷിച്ച് നിന്നിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടും അകന്നു പോയിട്ടും കർത്താവേ അകന്നു പോകാതെ ഹൗണ്ട് ഓഫ് ഹെവൻ, സ്വർഗത്തിലെ വെട്ടപ്പെട്ടി പോലെ ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. ഇത്ര നല്ല ദൈവത്തോട് എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ നിന്നെ മുമ്പിൽ കാഴ്ചയേകിടാം. ഇത്ര നല്ല ദൈവത്തോട് എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ നിന്നെ മുമ്പിൽ കാഴ്ചയേകിടാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോഴേ അവൻ പള്ളിയും പറ്റത് നിന്നുകൊണ്ട് തേങ്ങി കരയും. കർത്താവേ, ഞാൻ നിന്നെ ഉപേക്ഷിച്ചോ? നീ എനിക്ക് തന്ന കഴിവുകൾ, എനിക്ക് തന്ന എൻ്റെ പ്രാർത്ഥന നീ കേട്ടത്, എനിക്ക് തന്ന ഉദ്യോഗം ഒടുവിൽ എൻ്റെ അക്കൗണ്ടിലേക്ക് ഞാൻ മാറ്റി. ഞാൻ അപ്പോഴും നിന്നെ തള്ളിപ്പറഞ്ഞു. ഞാൻ നിന്നെ തള്ളിപ്പറഞ്ഞിട്ടും ഞാൻ നിന്നെ ഒഴിവാക്കിയിട്ടും ഞാൻ എൻ്റെ വഴിക്ക് പോയിട്ടും നീ എന്നെ ഉപേക്ഷിക്കാതെ നീ എൻ്റെ പിന്നാലെ വന്ന്. കാര്യം പിന്നാലെ വന്ന് പറയാൻ കാര്യം, ഈ ജർമ്മൻ യൂണിവേഴ്സിറ്റിയിലെ അവനെ അഡ്മിഷൻ കിട്ടാനുള്ള ഒരു സാധ്യതയുമില്ലെന്ന് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് ദൈവത്തിനും അവനെയുമാണ്. അപ്പോൾ അവന് ഒരു മെറിറ്റുമില്ലാത്ത ഒരു കോളേജിലെ ദൈവത്തിൻ്റെ മെറിറ്റിൽ അവനെ റീസ്റ്റേറ്റ് ചെയ്യാനും. അതുകൊണ്ടാണ് അവൻ കരഞ്ഞു പോണത്. കർത്താവെ, അങ്ങ് ഇത് ചെയ്യാൻ ഞാൻ ഒരിക്കലും യോഗ്യനല്ല. അനുതാപത്തോടുകൂടി അവൻ കർത്താവിലേക്ക് തിരിച്ചു വരും. എന്നിട്ട് അർപ്പിത് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. അർപ്പിത് കൃപാസനത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ഉടമ്പടിയെക്കുറിച്ച് പറയുന്നുണ്ട്. അവസാന അനുഭവങ്ങളുടെ അവൻ പറയും കൃപാസനം എന്ന് പറയണത് ദൈവത്തെ നഷ്ടപ്പെട്ടാൽ കണ്ടെത്താൻ പറ്റിയൊരു സ്ഥലമാണെന്ന്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വാക്കുകൾക്ക് നിന്നെ തന്നെ നീ വെളിപ്പെടുത്തി കൊടുക്കുന്നതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന വാസസ്ഥലം കൃപാസനം, കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ നൂറ്റാണ്ടിലെ യൂത്തിൻ്റെ ഏറ്റവും നല്ല സാക്ഷ്യങ്ങളൊന്നാണ്. അങ്ങനെ തന്നെയാണ് തമ്പിട്ടിരിക്കണം. നിങ്ങളൊന്ന് അർത്ഥത്തിൻ്റെ സാക്ഷ്യം കേൾക്കണമേ. കാര്യം ഒരു മനുഷ്യൻ്റെ ഫ്ലക്ച്വേഷൻസ് വളരെ കൃത്യമായിട്ട് ഡെപ്യൂട്ട് ചെയ്യുന്നൊരു സാക്ഷ്യമാണത്. കാര്യം ഉടമ്പടി എടുത്താൽ തന്നെയും നമ്മൾക്ക് ഓരോരോ സ്വകാര്യമായ പിൻവലിക്കലുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിനെ കവർ ചെയ്തുകൊണ്ട് ഈ മനുഷ്യൻ എങ്ങനെയാണ് ഒരു വേട്ടപ്പട്ടിയെപ്പോലെ ദൈവം പിടിക്കണത്. കാര്യം നമ്മൾ ദൈവം ഉപേക്ഷിച്ചാലും നമ്മൾ ദൈവത്തെ ഉപേക്ഷിച്ചാലും ദൈവം നമ്മളെ ഇങ്ങനെ ഒരു വേട്ടപ്പട്ടിയെപ്പോലെ പിടിക്കും. അതുകൊണ്ടാണ് ഹൗണ്ട് ഓഫ് ഹെവനിൽ നമ്മൾ വായിക്കുന്നത്. അങ്ങനെ ഒരു പഴയ ഇംഗ്ലീഷ് പോയമാണ്. ഞാൻ കടലിലായിരിക്കുമ്പോൾ ഞാൻ കടലിൽ പോയി ഒളിച്ചിരിക്കാൻ നോക്കി നിന്നിൽ നിന്ന്. പക്ഷെ ഞാൻ കടലിൻ്റെ തിരകളിൽ ഒളിച്ചിരിക്കുമ്പോൾ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് തിരകൾക്കുള്ളിലൂടെ നോക്കുമ്പോൾ ദാണ്ട് നീ ഒരു പട്ടിയെപ്പോലെ നീന്തി എൻ്റെ അടുത്തേക്ക് വരുന്നു. ഞാൻ എവിടെ പോയി ഒളിക്കുമെന്ന്. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഓടി ഒളിക്കാൻ ഇടമില്ലാത്ത ഒരു ലോകത്ത് തന്നെയാണ്. സങ്കീർത്തനം 139 തിരുവചനം 7. അങ്ങയിൽ നിന്ന് ഞാൻ എവിടെ പോകും? പറഞ്ഞ അങ്ങയിൽ നിന്ന് ഞാൻ എവിടെ പോകും?
അങ്ങയുടെ സന്നിധി വിട്ട് ഞാൻ എവിടെ ഓടി ഒളിക്കും? ആകാശത്തിൽ കയറിയാൽ അങ്ങ് അവിടെയുണ്ട്. ഞാൻ പാതാളത്തിൽ കിടക്ക വിരിച്ചാൽ അങ്ങ് അവിടെയുണ്ട്. ഞാൻ പ്രഭാതത്തിന്റെ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അതിർത്തിയിൽ ചെന്ന് അവിടെയും അങ്ങയുടെ കരം എന്നെ നയിക്കും. അങ്ങയുടെ വലതു കൈ എന്നെ പിടിച്ചു നടത്തും. ഒരു മനോഹരമായി, ഇത് അനാദികാലം മുതൽ ദൈവവും മനുഷ്യനും കണ്ടുമുട്ടിയ കാലം മുതലേ മനുഷ്യൻ അനുഭവിക്കുന്ന വല്ലാത്ത വാരിപ്പുണർച്ചയാണ്. ദൈവസ്നേഹത്തിൻ്റെ വാരിപ്പുണർച്ച. ഇട്ടേച്ചും പോയാലും പുറകേ വരും, ഒരു പട്ടിയെപ്പോലെ പുറകെ വരും. നമ്മൾ പട്ടിയെ കടത്തിക്കളഞ്ഞാലും നമ്മൾ വീട്ടിൽ വരുമ്പോൾ നമ്മളെക്കാൾ മുമ്പേ വന്ന് നിൽക്കണം കണ്ടിട്ടില്ലേ? അതുപോലെ നിന്നെ നേടിയെടുക്കാൻ ഒരു പട്ടിക്ക് തുല്യം നിന്നെ സ്നേഹിച്ചുകൊണ്ട് നിൻ്റെ കൂടെ നടക്കുന്ന ദൈവത്തെ മറുതലിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ല പുണ്യം. ഞങ്ങൾ ഉപേക്ഷിച്ചാലും ഞങ്ങളെ വിട്ടുപിരിയാത്ത അവിടുത്തെ സ്നേഹത്തിന് നന്ദി പറയുന്നു. ഞങ്ങളെ ചേർത്ത് നിർത്തി സ്വന്തമാക്കുന്നതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഞാൻ നിന്നെ കൈവിടുമോ? ഒരു നാളും മറക്കുമോ? ആരു മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ. ആരു മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ. ഞാൻ നിന്നെ കൈവിടുമോ? ഓരോ നാളും മറക്കുമോ? പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എൻ്റെ മക്കളെ, ധ്യാനത്തിൻ്റെ ഒരു അരൂപിയൊന്ന് അഭിഷേകമായി സ്ഥാനപ്പെട്ടാലേ പിന്നെ നിങ്ങൾ ദൈവത്തിനെ കൊതിയോടുകൂടെ കരം കരിച്ചുകൊണ്ട് കൂടെ നടക്കും. കാര്യം അത്ര കണ്ട് ദൈവസ്നേഹമാണ് ഉടമ്പടിയിൽ ഓരോ മനുഷ്യരും ഓരോ ദിവസവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രാർത്ഥിക്കുക, കർത്താവേ, ദൈവസ്നേഹം അനുഭവിച്ച എല്ലാ മനുഷ്യരെ പോലെ എന്നെയും അങ്ങയുടെ ആത്മബന്ധത്താൽ സ്നാനം ചെയ്യിക്കണമേ. ശ്രുതികട ഹല്ലേലൂയ. സ്വന്തമായിട്ടുള്ള ദൈവാനുഭവങ്ങൾ നൽകണമേ. കൈവിടുമോ? ഒരു നാളും മറക്കുമോ? അതായത് ഇപ്പോൾ സിസ്റ്റർ അൽഫോൻസ മറിയത്തിൻ്റെ സാക്ഷ്യങ്ങളിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണ്. അൽഫോൻസ മറിയത്തിന് ഓരോരോ ഘട്ടം കഴിയുമ്പോഴും ഇവിടെ മെരിറ്റ് ടോർപ്പടയാണ് കാണാൻ പറ്റുന്നത്. ദൈവം എപ്പോഴും നമുക്കറിയാവുന്ന ഗ്രേസ് ദൈവത്തിൻ്റെ തൽഭവമോ തത്സമമോ ആണ്. ദൈവം ഒരു പേഴ്സണൽ പ്രസൻസിന് വേണ്ടി പകരം ഉപയോഗിക്കുന്ന വാക്കാണ് കൃപ എന്നുള്ളത്. കൃപ എന്ന് പറയുമ്പോൾ നോട്ട് ബൈ മെരിറ്റിലെ പറയും. എപ്പം നിങ്ങളുടെ മെരിറ്റുകൾ പോകുന്നുവോ അപ്പോഴാണ് സ്വാഭാവികമായിട്ടും നിങ്ങൾ ഗ്രേസ്ഫുള്ളായിട്ട് വരണത്. എന്നുവെച്ചാൽ നിങ്ങൾ കൃപയിലേക്ക് വരണത്. ഇപ്പോൾ അൽഫോൻസ മറിയം ഇപ്പോൾ 2ാമത്തെ കൊല്ലം MBBS എഴുതുന്ന സിസ്റ്റർ, അപ്പോൾ പ്രൊഫഷണൽ പറയും, ദിസ് ഈസ് യുവർ മെഡിക്കൽ റിപ്പോർട്ട്, നിങ്ങൾക്ക് സ്വന്തമായിട്ട് തീരുമാനിക്കാം. നിങ്ങളുടെ തീരുമാനത്തെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു. സിസ്റ്റർ വളരെ പ്രൂഡൻ്റായിട്ട് ഉള്ള വിവേകമുള്ള പ്രൊഫഷണലാണ്. കാര്യം അത് ഒരു ദൈവവിളിയുടെ കാര്യമായതുകൊണ്ട് വളരെ ഭവ്യമായിട്ട് ഇടപെടും. ഇറ്റ് ഈസ് യുവർ ഡിസിഷൻ.
നിങ്ങൾ സർവൈവ് ചെയ്ത് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചാൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെ അബൈഡ് ചെയ്യും. അല്ല നിങ്ങൾ കരിയർ സ്റ്റോപ്പ് ചെയ്യാൻ ആണെങ്കിൽ ദാറ്റ് ഈസ് അപ് ടു യു. നല്ല ഡിസിഷൻ. അപ്പോൾ എന്തു ചെയ്യും? പ്രൊഫഷണലല്ലേ നമുക്ക്. ഇപ്പം നമ്മുടെ സുപ്പീരിയേഴ്സ് അല്ലേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ദൈവഹിതത്തിൻ്റെ ഒരു ചാനലെന്ന് പറയണത്. പക്ഷേ ഒരു പ്രോബ്ലം ഉള്ളതെന്ന് പറയണത് ഈ സുപ്പീരിയേഴ്സ് പോലും ഇരുട്ടിൽ തപ്പുന്ന ഹൗ ടു ഗീവ് എ ഗുഡ് ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നൊരു സമയമുണ്ടാവും, അവർക്കുണ്ടാവും എന്ത് നിർദ്ദേശം കൊടുക്കേണ്ടതെന്ന്. അപ്പോൾ സിസ്റ്റർ തന്നെ പുരുഷൻ പറയും, സിസ്റ്റർ തന്നെ പ്രാർത്ഥിച്ച് തീരുമാനിക്കാൻ പറയും. പക്ഷേ അതൊരു നല്ല തീരുമാനമാണ്. കാര്യം അവർക്ക് തീരുമാനിക്കാം. അവർ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചാൽ ഇവരെ മെഡിക്കൽ സ്റ്റുഡൻ്റ് അല്ലേ, ഇവർ പഠിപ്പിക്കണ ലക്ഷങ്ങൾ വേണം. അത് മുടക്കാൻ ഗവൺമെൻറ് തയ്യാറാണ്. അതാണ് അതിൻ്റെ അർത്ഥം. നിങ്ങളെ സ്റ്റഡിയെ സപ്പോർട്ട് ചെയ്യുന്ന ഞങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് പറയും. പക്ഷേ അത് ഇവരുടെ രോഗം എന്താ? തൈമസ് ഓപ്പറേറ്റ് ചെയ്ത് കളഞ്ഞു. അത് 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ വീണ്ടും റെസ്പിറേറ്ററി പ്രതിരോധത്തിലായി. ശ്വാസം മുട്ടൽ തുടങ്ങി IC കൊണ്ടുപോയിട്ട് ഇങ്ങനെ ICന്ന് പിന്നെ ഇറക്കിക്കൊണ്ട് വെന്റിലേറ്ററിൽ കൊണ്ടുപോകും. അപ്പോൾ തന്നെ തീർന്നെന്ന് പറയുമ്പോഴും ഇവരുടെ അമ്മ പറയും തീർന്നിട്ടില്ലെന്ന് പറയും. ഉടമ്പടി കിടക്കണില്ലേ? അതാണ് സംഭവം. സിസ്റ്ററിൻ്റെ അമ്മ പറയും എല്ലാവരും തീർന്നെന്ന് പറയും. ICന്ന് വെന്റിലേറ്ററിലല്ല പോണത്. അപ്പോൾ തീർന്നെന്ന് പറയുമ്പോൾ അമ്മ പറയും തീർന്നിട്ടില്ല മോളെ, ഉടമ്പടിയുണ്ട്. തീർന്നിട്ടില്ലെന്ന് പറയാൻ കൃപാസനം മാതാവ് ഉണ്ട് നമുക്ക്. അത് ജനകോടിയുടെ അനുഭവമാണ്. ഇന്ന് കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഞങ്ങളെ കൈപിടിച്ചുയർത്തുന്ന അപ്പോൾ സിസ്റ്റർ ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ട് അമ്മ ഇങ്ങനെ പറഞ്ഞില്ലേ, മുന്നോട്ട് പ്രൊസീഡ് ചെയ്ത് നമുക്ക് പോകാം. നീ സന്യാസം ഉപേക്ഷിക്കേണ്ട, നീ മെഡിക്കലും പ്രൊഫഷനും ഉപേക്ഷിക്കേണ്ട, മുന്നോട്ട് പോകാം. മാതാവ് നമ്മളെ സഹായിക്കും. പക്ഷേ മാതാവ് നമ്മളെ സഹായിക്കുമെന്ന് പറഞ്ഞ് ഇരിക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നത് നേരെ ഓപ്പോസിറ്റാണ്. കാര്യം ഇവിടെ വീക്കാണ്, ബോഡി വീക്കാണ്, അവർ തളർച്ചയാണ്, പഠിക്കാൻ പറ്റണില്ല, എക്സ്പോഷർ കിട്ടണില്ല. എക്സ്പോഷർ എന്ന് പറയണത് അവർക്കറിയാവില്ല. അവരുടെ ക്ലാസ്സിന് പറ്റുന്ന രീതിയിൽ സൈക്കോളജിയിലും സൈക്കോപത്തോളജിയിലും അതുപോലെ തന്നെ അനാട്ടമിയിലും ഒക്കെ എക്സ്പോഷർ ഉണ്ട്, എക്സ്പീരിയൻസ് ക്ലാസ് ഉണ്ട്. അതിനൊന്നും പോകാൻ പറ്റണില്ല. കിടപ്പാണ് എപ്പോഴും. ഈ കിടക്കണ ആളെങ്ങനെ പരീക്ഷ എഴുതണത്? എഴുതുന്ന ആളെങ്ങനെ മുന്നോട്ട് പോകണത്? അപ്പോൾ എല്ലാവരും കൂട്ടുകാരൊക്കെ പറയും ഹൗ ടു ഡു ഇറ്റ് ബെറ്റർ ടു ഡിസ്കണ്ടിന്യൂ. അല്ല നിനക്കിത് പൂർത്തിയാക്കാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ സിസ്റ്റർ സ്വന്തമായിട്ട് പറയും, ഈശോ നീ എന്നോട് പറഞ്ഞതല്ലേ മുന്നോട്ട് പോകാൻ. എനിക്ക് സങ്കടം തോന്നണം വല്ലാതെ. അതെൻ്റെ തോന്നൽ മാത്രമായിരുന്നു. അതോ നീയാണോ എന്നോട് സത്യമായിട്ടും പറഞ്ഞത് മുന്നോട്ട് പോകാൻ? എനിക്കിപ്പോൾ നീന്തിട്ട് കര പറ്റണില്ല. ഞാൻ മുങ്ങിപ്പോകാൻ പോലെ തോന്നുന്നത്. പുറകോട്ട് തിരിച്ച് നീന്താനും പറ്റണില്ല, മുമ്പോട്ട് നീന്താനും പറ്റണില്ല. നടുക്ക് കിടന്ന് വെള്ളം കുടിക്കുകയാണ് ഞാൻ. എന്ത് ചെയ്യും? അതിൻ്റെ ഇടയ്ക്ക് വന്നിരിക്കുന്ന മോഡൽ എക്സാം. അപ്പോൾ ഈശോ പറയും, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഞാൻ നിന്നെ സഹായിക്കാമെന്ന്. എന്താ പ്രശ്നം? മോഡൽ എക്സാം വരാൻ പോവുകയാണ്. അപ്പോഴും മോഡൽ എക്സാം എഴുതണം. അപ്പോൾ എഴുതണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഇവർ എഴുതാൻ പോകേണ്ടി. പക്ഷേ എഴുതിയിട്ട് കാര്യമില്ല. ഇവർക്ക് എഴുതിയിട്ട് കാര്യമില്ല. കാര്യം അവർക്ക് മെറിറ്റില്ലല്ലോ. അറ്റൻഡൻസ് അല്ല, മെറിറ്റില്ല ആദ്യം. കാര്യം അവരുടെ പഠിച്ചിട്ടില്ല, അവർക്ക് എക്സ്പോഷർ ഇല്ല. അപ്പം ഉടമ്പടിയുടെ ഭാഷ എന്താണ്? മെറിറ്റില്ലെന്നുള്ളതാണ്. നോട്ട് ബൈ മെറിറ്റ് എന്നാണ്. നോട്ട് ബൈ മെറിറ്റ് എന്ന് പറഞ്ഞാൽ പിന്നെന്താണ്? ഗ്രേസാണ്. ആദ്യം ഉടമ്പടി ബുക്ക് ഉണ്ടായ കാലത്ത്, ഉടമ്പടിയെക്കുറിച്ച് കർത്താവിന് മുമ്പ് ഞാൻ ഇരിക്കണ കാലത്ത് ആ വെളിപാടിൻ്റെ മൂർധന്യത്തിൽ ഈശോ പറഞ്ഞ വാക്കാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഇത് മെറിറ്റിലല്ല വർക്ക് ചെയ്യണം മോനെ. ഉടമ്പടി ചെയ്യുന്നതിൻ്റെ കാര്യം ഗ്രേസ് വർക്കൗട്ട് ചെയ്യാനാണ്. അവിടെ മെറിറ്റ് ചിലപ്പോൾ 0 ആയിരിക്കും. മെറിറ്റ് ഇങ്ങനെ കുറഞ്ഞ് സിസ്റ്ററിന് 0 ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അപ്പോഴും കർത്താവ് എന്നോട് പറഞ്ഞല്ല മുന്നോട്ട് പോകാൻ.
അപ്പം ഞാൻ മുന്നോട്ട് തന്നെ പോകുമെന്ന് പറഞ്ഞ് സിസ്റ്റർ പോയി ഇത് എഴുതും. എന്ത് മോഡൽ എക്സാം എഴുതും. മോഡൽ എക്സാം എഴുതിയിട്ട് എൻ്റെ റിസൾട്ട് വരുമ്പോൾ ആ ബാച്ചിലുള്ള ഏറ്റവും കൂടുതൽ മാർക്ക് സിസ്റ്ററിന് കിട്ടും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിസ്റ്ററിന് മനസ്സിലാകത്തില്ല, ബാച്ചിന് മനസ്സിലാകത്തില്ല. ഇങ്ങനെ മനസ്സിലാകാത്ത ഒരു ജീവിതം ഉടമ്പടിയിലുണ്ട്. നിങ്ങൾ നോക്കിക്കണ്ട, ഈ ആളിൻ്റെ മാനസികാവസ്ഥയും ശാരീരികാവസ്ഥയും നമുക്കറിയാം. അപ്പോൾ ഈ മോഡൽ എക്സാമിന് ബാച്ചുകാർക്ക് മനസ്സിലാകും സിസ്റ്ററിനെ നയിക്കുന്ന ഒരു ശക്തിയുണ്ട് സിസ്റ്ററിൻ്റെ കൂടെ. അത് അവരുടെ കഴിവിനേക്കാൾ ഉപരി ദൈവത്തിൻ്റെ കൃപയുടെ ഒരു ശക്തിയുണ്ട്. കാര്യം ഈ വിശ്വസിക്കുന്നതിൻ്റെ കൂടെ എപ്പോഴും അടയാളമുണ്ട്. കാരണം വിശ്വസിക്കുന്നവർക്ക് വെച്ച് കഴിഞ്ഞാൽ വിശ്വസിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത സമയത്ത് വിശ്വസിക്കുന്നതിനാണ് വിശ്വാസം എന്ന് പറയണതേ. വെറുതെ അവിടെ അമേരിക്ക ഉണ്ട് ഇപ്പുറത്ത് ആഫ്രിക്ക ഉണ്ടെന്ന് വിശ്വസിക്കണമല്ല. വിശ്വസിക്കാൻ പറ്റാത്ത ഇരുട്ട് മാത്രമായിരിക്കുമ്പോഴും നമ്മൾ കർത്താവിൻ്റെ കൈകളുണ്ടെന്നും പറഞ്ഞുകൊണ്ട് കാലെടുത്ത് വെക്കുന്നതാണ് വിശ്വാസം എന്ന് പറയണത്. അതിനെ വിശ്വാസമുണ്ട്, കർത്താവ് നമ്മളെ രക്ഷിക്കും എന്ന് പറയും. പണ്ട് ഞാനൊരു ദിവസം ഒരു സൈവർ എന്നൊരു മനുഷ്യന് പക്ക വെള്ളവഴിയാണ്. പുള്ളിക്കാരൻ അവിടെ സൗദി അറേബ്യയിലെ മെയിൻ പരിപാടി വാറ്റായിരുന്നു. സൗദി അറേബ്യ ചാറ്റുചാര ഉണ്ടാക്കി അവർ പിടിച്ച് വെട്ടിക്കളും. പെടൽ വെട്ടി ഒരു വെള്ളിയാഴ്ച വെച്ച് പെടൽ വിട്ടും. പെടൽ വെട്ടുന്നതിന് പകരം അവൻ്റെ ജോലിയും കളഞ്ഞ് അവൻ അവിടുന്ന് പോന്ന്. അവൻ്റെ വിസ എക്സ്പയറായി. അവൻ്റെ വിസ അവൻ്റെ ആളെ അക്കാമ അവർ പിടിച്ചു വെച്ച് ആളെ ഡീപ്പോർട്ട് ചെയ്തപ്പോൾ ഇവിടെ സൈവർ ഇവിടെ വന്നിരിക്കാൻ. ഇപ്പോൾ എന്നോടത് ധ്യാനം കഴിഞ്ഞപ്പോൾ അന്ന് ഞാൻ രാത്രി 2 മണി വരെ ആൾക്കാരെ കാണുമായിരുന്നു. തപസ് ധ്യാനം നടക്കുന്ന കാലത്ത്. അപ്പോൾ എല്ലാവരെയും കണ്ടു പോയി. 3:30 മണിയായപ്പോൾ ഞാൻ വൈകുന്നേരം 6 മണിയോടെ നിൽക്കുന്ന ആൾക്കാരെ വെളുപ്പിന് 3 മണി വരെ ആയി. അപ്പോൾ എത്ര മണിക്കൂർ ഞാൻ നിന്നവിടെ. അപ്പോൾ അതിൻ്റെ കണ്ണും തലയും കറങ്ങി കാര്യം 6 മണിക്ക് ഞാൻ എത്ര കയറിയിട്ട് ഞാൻ വെളുപ്പിന് 3 മണി വരെ ഇവിടെ ഉണ്ട്. അവസാനം വരെയുള്ള ആൾക്കാരെ കണ്ട് തപസ്സിനെ കൂടി ആൾക്കാരെല്ലാം കണ്ട് പോകുമ്പോഴും ഇവൻ പോകാതെ അവിടെ നിൽക്കുകയാണ്. ഞാൻ സേവറിന് എനിക്ക് കഴിയാവുന്ന കാര്യം ഞാൻ തിരിച്ചു വിളിച്ചു. നിനക്ക് എന്നാ പറ്റിയെന്ന് ചോദിച്ചു. അവരിങ്ങോട്ട് വരണമില്ല പോണുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു നീ എന്താ? അപ്പോൾ ഞാൻ എവിടെ പോകാനാ, എന്നെ അവർ ഡീപ്പോർട്ട് ചെയ്ത് വിട്ടേക്ക്, അക്കാമ പിടിച്ചു വെച്ചിരിക്കണമെന്ന് പറഞ്ഞു. എൻ്റെ കാശുമില്ലെന്ന് പറഞ്ഞു. നാട്ടിൽ നിൽക്കാൻ പറ്റണില്ല. നാട്ടിൽ ഞാൻ ഇപ്പോൾ ചെന്ന കടക്കാർ മൊത്തം നാട്ടിൽ പോയപ്പോൾ എൻ്റെ വീട് വളഞ്ഞു കാണും. ഇവന് ഈ പ്രതികളെപ്പോലെയാണ്. അതായത് രാത്രി 12 മണിക്കേ വീട്ടിൽ കയറി ചേരത്തുള്ളൂ. കാര്യം അത്രയും ആൾക്കാരുടെ കടം മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ വെളുപ്പിന് തൊട്ട് വൈകുന്നേരം തൊട്ട് ഇവൻ്റെ വീട്ടിൽ വന്നുകൊണ്ടിരിക്കും. ഇവൻ വീട്ടിലില്ലെന്ന് വിചാരിച്ചപ്പോൾ ആൾക്കാർ പോയിക്കൊണ്ടിരിക്കും. അതിന് വെളുപ്പിൽ നിന്ന് 6 മണി തൊട്ട് ആൾക്കാർ വരാൻ തുടങ്ങി. ഇവൻ വന്ന് കിടന്നിട്ടുണ്ടെങ്കിൽ ചടുമ പിടിക്കാൻ വേണ്ടി. അപ്പോൾ വീട്ടിൽ പോകാൻ പറ്റുകയില്ല, നാട്ടിൽ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഞാൻ എന്ത് ചെയ്യുമെന്ന് വിചാരിക്കും. അപ്പോൾ ഞാനാണെങ്കിൽ തലയും പൊട്ടി എനിക്കിപ്പോൾ ബോധം കെട്ട് വീഴുവാൻ ഇല്ലെങ്കിൽ ഫെയിൻ്റായി പോകുന്നില്ല അറിയാൻ പാടില്ല. കാര്യം എനിക്ക് 6 മണിക്ക് കുർബാന ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ അമ്പലപ്പുഴ പള്ളി ഇരിക്കണമെന്ന്. അപ്പോൾ അവിടെ പോയി കുർബാന ചെല്ലണം. അപ്പോൾ അതിനെല്ലാം ആവതില്ല, പക്ഷേ എല്ലാവർക്കും പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇവിടം വരെ ഞാൻ നീ ഒരു പണി ചെയ്യും. അന്ന് അമ്മയുടെ രൂപം ചെറിയ രൂപമാണ്. ആ രൂപം ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ അമ്മയുടെ മുമ്പിൽ വന്നിട്ട് എൻ്റെ നെറ്റ് നേരെ നിൽക്കാൻ പറ്റാതെ കാരണം നെറ്റ് കൊണ്ടുവന്ന് അമ്മയുടെ നെഞ്ചിൽ വെച്ചിട്ട് പറഞ്ഞ് നീ ഒന്നും ഇങ്ങോട്ട് തിരിച്ച് പറയരുത്, ഞാനിവനെ കയറ്റി പിടിക്കണമെന്ന് പറയും. അക്കാമ പിടിച്ച സ്ഥലത്തേക്ക്, അക്കാമ പിടിച്ചു വെച്ച തൊഴിൽ ചെയ്യാനുള്ള പെർമിറ്റ് പിടിച്ചു വെച്ച സ്ഥലത്തേക്ക് ഇനി 19 ദിവസം കൊണ്ട് വിസ എക്സ്പയർ ആകാൻ. ഇവൻ ആ രാജ്യത്തിലോട്ട് ഞാൻ കയറ്റി പിടിക്കുകയാണ്. അമ്മ ഒന്നും തിരിച്ച് എന്നോട് പറയരുതെന്ന് പറയും. കാര്യം തിരിച്ച് പറയുകയാണെങ്കിൽ അമ്മയ്ക്ക് ഒത്തിരിയേറെ യുക്തിപരമായ കാര്യങ്ങൾ ഇവനെക്കുറിച്ച്. ഇവൻ അവിടെ പോയി ചാരാൻ മാറ്റുന്ന പാർട്ടിയാണ്. ഇവന് ഒരു മെറിറ്റുമില്ല. അവനെ നമ്മൾ സ്പോൺസർ ചെയ്യാൻ പറ്റുമോ? സൗദി അറേബ്യ പോയി ചാരാൻ മാറ്റുന്നവനെ ആര് സ്പോൺസർ ചെയ്യാനാണ്? ഒരു മനുഷ്യന് സ്പോൺസർ ചെയ്യത്തില്ല, ഒരു ദൈവം സ്പോൺസർ ചെയ്യത്തില്ല. പക്ഷേ എനിക്ക് അമ്മയോടൊരു ബന്ധം അന്നുമുണ്ട് ഇന്നുമുണ്ട്. അത് ഞാൻ അമ്മയുടെ നെഞ്ചത്തേൻ്റെ തല വെച്ചിട്ട് പറയും ഇവരെ ഞാൻ കയറ്റി വിടുകയാണ്, അമ്മ എന്നോട് തിരിച്ച് പറയുമെന്ന് പറയും. ഞാൻ മനുഷ്യനോട് സംസാരിക്കുമ്പോഴും അവനോട് സംസാരിക്കണം. ഞാനൊരു കാശ് ലഭിച്ച് അമ്മ നിലകൊണ്ട വെളുപ്പിനെ പൊട്ട് വെക്കാൻ പറയും. അവൻ എങ്ങനെയോടൊന്ന് കുറച്ച് പൈസ സംഘടന 19,000 രൂപ മതിയായിരുന്നത് അന്ന് പോകാൻ. അവൻ കയറിപ്പോയിട്ട് ഞാൻ അമ്പലപ്പുഴ ഇരിക്കുമ്പോൾ 2 ദിവസം കഴിയുമ്പോൾ എന്നെ വിളിക്കും. എൻ്റെ അച്ഛൻ എന്നെ ഓരോ കമ്പനിയിലും ഞാൻ ഈ വെയിലത്ത് അലഞ്ഞുകൊണ്ട് നടക്കുകയാണ്. എന്നെ ഓരോരുത്തും എടുക്കണില്ല.
ഇപ്പോൾ എൻ്റെ വിസ എക്സ്പയർ ആകും. അപ്പോൾ അവൻ ഈ ദിവസം എന്നെ വിളിച്ചുകൊണ്ടിരിക്കും. അവസാനം വിസ എക്സ്പയർ ആകുന്നതിന് ഒരു ദിവസം മുമ്പ് എന്നെ വീണ്ടും വിളിക്കും. അച്ഛൻ നാളെ വിസ എക്സ്പയർ ആകും, ഞാൻ ജയിലിലാകും, എനിക്ക് ഒരു മാർഗ്ഗം. ഞാൻ പറഞ്ഞു, മോനെ വിശ്വാസ പ്രമാണം ചൊല്ലി നീ സഞ്ചരിക്കുക, നീ പ്രാർത്ഥിക്കുക, ഇത് നിൻ്റെ പ്രാർത്ഥനയുടെ സമയമാണ്. അപ്പം ഞാൻ എൻ്റെ മുറിയിൽ ഒരു മാതാവിനെ വെച്ചിട്ടുണ്ട്, അത് തൈക്കാട്ടുശ്ശേരി ഇരിപ്പുണ്ട്. ഇപ്പോൾ അമ്മയുടെ മടിയിൽ ഉണ്ണീശോ ഇരിക്കണതാണ്. അപ്പം ഞാൻ മാതാവിനെ കയറി ഇങ്ങനെ പിടിച്ചിട്ട് പറയും, അമ്മേ അവൻ നാളെ വിസ എക്സ്പയർ ആകും, ഇനി 18 മണിക്കൂർ ടൈമേ ഉള്ളൂ, ഇതിനുള്ളിൽ അമ്മയെ ആശ്രയിച്ച് ഒറ്റ ആളെ കണ്ടുകൊണ്ടാണ് ഞാൻ ഇവനെ കയറ്റി വിട്ടിരിക്കുന്നത്, എന്നോട് തിരിച്ചൊന്നും പറയരുത് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഞാൻ ഇങ്ങനെ മേശയിൽ നിന്ന് ഇങ്ങനെ കവർന്ന് പിടിച്ചിരിക്കുന്ന അമ്മയെ താഴെ കൊണ്ട് ആ സ്ഥാനത്ത് കൊണ്ട് വെച്ചിട്ട് ഞാൻ ഇരിക്കും. ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഇവനെ തിരിച്ചു വിളിക്കും. തിരിച്ചു അതിൻ്റെ അച്ഛാ എന്നെ ഒരു കമ്പനീൻ്റെ എടുത്തെന്ന് പറയും. 1 മണിക്കൂറിലെടുക്കും. പക്ഷെ ഒരു പ്രശ്നമുണ്ട് അച്ഛാ, ഇനി എനിക്ക് 12 മണിക്കൂറേ ഉള്ളൂ. പക്ഷേ ഞാൻ നേരത്തെ എന്നെ അക്കാമ പിടിച്ചു വെച്ചിരിക്കുന്ന കമ്പനി നിന്ന് എനിക്ക് റിലീവിങ് ഓർഡർ വേണം. പക്ഷെ ഞാൻ അവിടെ ചെന്നപ്പോൾ ഉണ്ട് അറബി ടൂറിന് പോയിരിക്കുകയാണ്, അറബി ഈ വിനോദസഞ്ചാരത്തിന് പോയിരിക്കുകയാണ്, ഇറാഖില പോയിരിക്കുകയാണ്, അറബിയും വൈഫും കുഞ്ഞുങ്ങളും എല്ലാമായിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ അവൻ തിരിച്ചു വരണതിന് 2 ആഴ്ച എടുക്കും. അപ്പോൾ അതിനുള്ളിൽ എൻ്റെ വിസ എക്സ്പയർ ആകും, ഇവരെനിക്ക് റിലീവിങ് ഓർഡർ തരത്തില്ല, ഈ കമ്പനി എന്നെ എടുത്ത കമ്പനി റിജക്റ്റ് ചെയ്യും. ഒരു മനുഷ്യൻ കടന്നു പോകുന്ന വഴിയില്ലേ. അപ്പോൾ ഞാൻ അതുപോലെ തന്നെ അമ്മയോട് പറയാം, അമ്മേ അറബീനെ എത്രയും വേഗം തിരിച്ചു കൊണ്ടുവരാം, അവന് അക്കാമയും തിരിച്ചു കൊടുക്കണം, റിലീവിങ് ഓർഡർ കൊടുക്കണം, അല്ല വേറെ ഓപ്ഷൻ ഇല്ലെന്ന് പറയും. ഉടനെ ഒരു 3 മണിക്കൂർ കഴിയുമ്പോൾ അറബി ഒറ്റയ്ക്ക് ചാർട്ടേഡ് പ്ലെയിനിൽ അവിടെ ലാൻഡാകുമ്പോൾ ഇവൻ വാദിക്കാൻ നിൽക്കുകയാണ്. അറബിയുടെ കാറ് പോകുമ്പോൾ ഇവൻ വാദിക്കാൻ നിൽപ്പുണ്ട്. അവനെ ഡിസ്മിസ് ചെയ്തവനാണ്. അപ്പോൾ എന്താ സാറേ, സാറോട് ഡിസ്മിസ് ചെയ്ത് എന്നെ പുറത്തൊരു കമ്പനി എടുത്ത് എനിക്ക് റിലീവിങ് ഓർഡർ, ദാറ്റ്സ് ഓക്കെ ക്ലിയർ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം തന്നെ ഓഫീസിൽ ചെന്നിട്ട് റിലീവിങ് ഓർഡർ എഴുതി കൊടുക്കും. ഇത് മാതാവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കൃപാസനത്തിൽ വരുമ്പോൾ നിങ്ങളൊരു വലിയ ശക്തിയുടെ കൂട്ടായ്മയിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുവരികയാണ്. അമ്മ ഒരു കാര്യം തീരുമാനിച്ചാൽ, അമ്മ ഒരു വാതിൽ തുറന്നാൽ അത് അടക്കാൻ പറ്റത്തില്ല. ദൈവം അമ്മയെ ഒരു വാതിലാക്കി സൃഷ്ടിച്ചിരിക്കുകയാണ്. ആ വാതിൽ ദൈവം അമ്മയിലൂടെ തുറക്കുന്നത്, അമ്മയിലൂടെ ആ വാതിൽ നിങ്ങൾക്ക് വേണ്ടി തുറക്കുന്നത് ദൈവമാണ്. ദൈവം മനുഷ്യരാശിയുടെ മുമ്പിൽ തുറന്നു വെച്ച ഒരു വാതിലാണ് പരിശുദ്ധ അമ്മയെന്ന് പറയണത്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. തലമുറകൾ തോറും പാടും കൈയടിച്ചോണ്ട് പാടും. ജപമണിമാലകളിൽ നിറഞ്ഞവളമ്മ, തലമുറകൾ തോറും പാടും ഭാഗ്യവതിയമ്മ. ജപമണിമാലകളിൽ നിറഞ്ഞവളമ്മ, പറുദീസയായി അമ്മ ദൈവത്തിനു പാർക്കാൻ, പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്കു വളരാൻ. പറുദീസയായി അമ്മ ദൈവത്തിനു പാർക്കാൻ, പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്കു വളരാൻ.